നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കെ അപ്രതീക്ഷിതമായി സമാധാനത്തിന്റെ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികളും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു സമവായ ഫോർമുലയാണ് പുറത്തുവരുന്നത്. എന്തായാലും യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിക്കാൻ സജ്ജമായി നിൽക്കെ അവസാന നിമിഷം ട്രംപ് ഭരണകൂടം നടത്തിയ പിന്മാറ്റം ഒരു വലിയ സംഘർഷത്തിന്റെ ശമനത്തിനാണോ വഴിയൊരുക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് ലോകം. ഇറാൻ അമേരിക്ക ബന്ധത്തിൽ ഒരു നേർത്ത പ്രതീക്ഷയുടെ കിരണം തെളിഞ്ഞിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായ സമാധാനത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയണം. യുദ്ധത്തിന്റെ ഭീഷണി തൽക്കാലം അകന്നെങ്കിലും ആണവ വിഷയത്തിലും ഉപരോധങ്ങളുടെ കാര്യത്തിലും നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കപ്പെടാതെ ശാശ്വതമായ ഒരു സമാധാനം അസാധ്യമാണ്. ലോകം കാത്തിരിക്കുന്നത് ഈ അനിശ്ചിതത്വങ്ങളുടെ അവസാനത്തിനായുള്ള ആ ഒപ്പുവയ്ക്കലിന് വേണ്ടിയാണ്. ഈ ആഴ്ച ആദ്യം ടെഹ്റാനു നേരെ നടത്താനിരുന്ന ആക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത് വെറും ഒരു മനമാറ്റം കൊണ്ടായിരുന്നില്ല. ഗൾഫ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി നടത്തിയ അടിയന്തര ചർച്ചകൾക്കൊടുവിലാണ് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് വഴി തെളിഞ്ഞത്. സമാധാന ഉടമ്പടിയുടെ കരട് രൂപം തയ്യാറായെന്ന അറിവ് ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു. കടുത്ത സൈനിക നീക്കങ്ങൾക്കിടയിലും പശ്ചാത്തലത്തിൽ നടന്ന രഹസ്യ ചർച്ചകൾ ഫലം കണ്ടുവെന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം. സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വലിയൊരു സാമ്പത്തിക പാക്കേജാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇറാന് മേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം മരവിപ്പിച്ച $24 ബില്യൺ വിട്ടു നൽകാനാണ് ധാരണ. ഇതിൽ പകുതി തുക ചർച്ചകൾക്ക് തുടക്കമിടുന്നതിന് മുൻപേ ലഭ്യമാക്കുമെന്ന് വാഗ്ദാനവും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. 60 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു അന്തിമ ഉടമ്പടിയിൽ എത്തുക എന്നതാണ് ലക്ഷ്യം. എന്നാൽ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. ഇറാൻ അണുവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പുവരുത്താൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. എന്നാൽ 10 വർഷത്തെ മരവിപ്പിക്കലിനാണ് ഇറാൻ തയ്യാറായിരിക്കുന്നത്. ഒബാമ കാലഘട്ടത്തിലെ ആണവ കരാർ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടത് എന്ന് വിളിച്ച ട്രംപിന് ഇത്തവണ കൂടുതൽ കടുത്ത നിബന്ധനകളിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. ഇറാനാകട്ടെ തങ്ങളുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ ഒന്നിലെങ്കിലും തുറന്നു പ്രവർത്തിക്കണമെന്ന വാശിയിലാണ്. പ്രധാന നീക്കങ്ങൾക്ക് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെയും പാകിസ്ഥാന്റെയും പങ്ക് വലുതാണ്. അത് നിർണായകമാണ്. ഖത്തർ, UAE, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ടെഹ്റാനുമായും വാഷിംഗ്ടണുമായും നിരന്തരം ബന്ധപ്പെട്ട് മധ്യസ്ഥം വഹിച്ചു. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങൾ വഴി ചർച്ചകൾക്ക് വഴിയൊരുക്കാൻ അവർക്കായി. എങ്കിലും ഒരു കരാർ ഒപ്പുവയ്ക്കുന്നതുവരെ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കാൻ ഇരുപക്ഷവും തയ്യാറല്ല. അമേരിക്കൻ പ്രസിഡന്റ് സമാധാനത്തെക്കുറിച്ച് വാചാലനാകുമ്പോഴും ഇറാൻ ഔദ്യോഗികമായി അതീവ ജാഗ്രതയിലാണ്. ചർച്ചകൾ നടന്നുവെന്നത് സത്യമാണെങ്കിലും തങ്ങളുടെ ചുവന്ന രേഖകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.